ബസൂക്ക ചില സിനിമകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു 2.5 മണിക്കൂറുള്ള സിനിമയിൽ 2 മണിക്കൂറോളം പ്രത്യേകിച്ച് യാതൊരു കഥയും ഉണ്ടാവില്ല. നമുക്കൊരു എൻഗേജിംഗ് ആയിട്ട് സിനിമ അനുഭവപ്പെടില്ല. പക്ഷേ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് അതുവരെ ബിലോ ഏവറേജിൽ പോയൊരു സിനിമയെ ഏവറേജ് ലെവലിലേക്കോ അല്ലെങ്കിൽ എബോവ് ഏവറേജ് ലെവലിലേക്കോ സിനിമ കൊണ്ടെത്തിക്കും. അങ്ങനെ ഒരു സിനിമയായിട്ടാണ് ബസൂക്ക എനിക്ക് അനുഭവപ്പെട്ടത്. ഈ അടുത്ത് മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ ഇതേപോലെ വന്നിരുന്നു, ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് എന്ന് പറഞ്ഞ്. ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇതേപോലെ തന്നെയാണ് തോന്നിയത്. കാരണം സിനിമ തുടങ്ങി ഇൻവെസ്റ്റിഗേഷൻ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്, കോമഡി സോങ് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ സിനിമ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എൻഗേജിങ് ആയിട്ടൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നി. ഈ സിനിമയുടെ സ്റ്റോറിയിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം മൊത്തം സ്പോയിലറായി പോവും. ഗൗതം മേനോൻ ലീഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് കൊച്ചിയിൽ. അവർക്ക് ചലഞ്ചിങ് ആയിട്ട് വരുന്നത് സീരിയൽ റോബറി നടത്തുന്ന ഒരു ടീമാണ്. അവരെ കണ്ടെത്തുന്നതും തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു മൊത്തത്തിൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ മെയിൻ ലിമിറ്റേഷൻ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. സ്റ്റോറി വൈസ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത രീതിയിൽ എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഓഡിയൻസിന് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. കൂടാതെ സിനിമ അത്ര ഒരു എൻഗേജിംഗ് ആയിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ പോകുന്നൊരു സിനിമയിൽ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് സിനിമ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാനാണ് ഡയറക്ടർ ശ്രമിച്ചത്. പക്ഷേ പേഴ്സണലി എനിക്കതത്ര വർക്കൗട്ടായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോസ്റ്റ് കണ്ടു ബസൂക്കയെക്കുറിച്ച്. അവസാനത്തെ 20 മിനിറ്റ് ഇക്കയുടെ അഴിഞ്ഞാട്ടമാണ്, ഇക്ക കത്തിച്ചു, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളൊക്കെ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം എടുത്താൽ പോലെ 2.5 മണിക്കൂറിൻ്റെ സിനിമ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. സത്യം പറയാലോ, ലാസ്റ്റത്തെ 20 മിനിറ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് പാളിപ്പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ പുള്ളി ആ ക്യാരക്ടറിനെ മറ്റൊരു മീറ്ററിൽ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ എന്തോ എനിക്കത്ര ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇനി ചിലപ്പോൾ ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം അങ്ങനെയാണോ എന്നും അറിയില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം അത് സ്പോയിലറായി പോകും. പക്ഷേ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. മമ്മൂട്ടി ആ ക്യാരക്ടർ ചെയ്യാൻ കാണിച്ച ധൈര്യം അല്ലെങ്കിൽ എഫേർട്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മലയാള ഇൻഡസ്ട്രിയിൽ പുതുമുഖ സംവിധായകരെ വെച്ച് ഇത്രയേറെ പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്ന മറ്റൊരു നടനെ കാണാൻ സാധിക്കില്ല. ബസൂക്ക ഒരിക്കലും ഒരു മോശം സിനിമയല്ല, ഒരു ഏവറേജ് സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എന്നെ സംബന്ധിച്ച് മോശം സിനിമ നല്ല സിനിമ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. കാണുന്ന പ്രേക്ഷകൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് സിനിമ മാറിക്കൊണ്ടിരിക്കും.